السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. فأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون. تلك آيات الله نتلوها عليك بالحق وما الله يريد ظلما للعالمين. ولله ما في السماوات وما في الأرض وإلى الله ترجع الأمور. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. എന്തൊക്കെയാ വർത്താനം? സുഖാണ്. ഖുർആൻ ക്ലാസ്സിന് വരുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വരുന്നവർക്ക് വേണ്ടിയേ പ്രാർത്ഥിച്ചുള്ളൂ, അതല്ലാതെ പഠിച്ചോനെ ഖുർആൻ ക്ലാസ്സിന് വരുന്നവർക്കും വരാത്തവർക്കും ഒന്നും പറഞ്ഞില്ല. മനസ്സിലാ? എന്തെങ്കിലും ഒരു വിവേചനം വേണമല്ലോ. അപ്പൊ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ഇടക്കിടക്ക് വരുന്നവര് അവരും വരുന്നവരിൽ പെടും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഏതായാലും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളിലൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മൾ സൂറത്ത് ആൽ ഇംറാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് 106 ആയത്ത് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുകൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക എന്നതൊരു കേവല അക്കാദമിക പ്രവർത്തനമല്ല. അതോടൊപ്പം ഇത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് പ്രധാനം. ചില പരീക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റ് അല്ല പ്രധാനം. ഒരാൾ പറഞ്ഞിരുന്നു, എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ, ഇംഗ്ലീഷൊന്നും പറയാനൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അയാൾ പറയണ എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇതുപോലെയാണ് പരിശുദ്ധ ഖുർആൻ. ഞാനത് പഠിച്ചിട്ടുണ്ട്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ ഉണ്ടാവണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 105, 106 ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വ്യക്തമായ തെളിവുകൾ വന്നെത്തിയ ശേഷം ഭിന്നിച്ച് പല കക്ഷികളായി പിരിഞ്ഞവരെ പോലെ നിങ്ങളാവരുത്. നമ്മൾ അത് വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കക്ഷിത്വം എന്താണ്,
അഭിപ്രായ വ്യത്യാസം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം അള്ളാഹു വിലക്കിയിട്ടില്ല, നിരോധിച്ചിട്ടില്ല. കാരണം മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യങ്ങൾ അള്ളാഹു നിർബന്ധമാക്കുകയോ ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ അള്ളാഹു പറയുകയോ ചെയ്യൂല എന്നുള്ളതാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ ഫിത്രത്ത്, അത് അള്ളാഹു തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ആകയാൽ ആ ഫിത്രത്തിന് നിരക്കാത്തൊരു കാര്യം അള്ളാഹു പറയൂല. അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് മനുഷ്യപ്രകൃതമാണ്. അപ്പോൾ നമ്മളുടെ അഭിപ്രായം തന്നെ നമ്മൾ മാറ്റും. രാവിലത്തെ അഭിപ്രായം ഇപ്പോല വൈകുന്നേരം ചിലപ്പോൾ ഉണ്ടാവും. സാഹചര്യം മാറുമ്പോൾ, സന്ദർഭം മാറുമ്പോൾ പോകണ്ടെന്ന് വിചാരിച്ചെടുത്ത് പോവാന്ന് വിചാരിക്കും, പോവാന്ന് വിചാരിച്ചെടുത്ത് ഇനി വേണ്ട എന്ന് വിചാരിക്കും. അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ല, ഇരുമ്പ് തന്നെയും ചൂടാക്കിയിട്ട് വളയ്ക്കാം. അതേസമയം അപ്പൊ പിന്നെ ഒരാൾ സ്വന്തം അഭിപ്രായം തന്നെ മാറുമെങ്കിൽ രണ്ടാളുടെ അഭിപ്രായം എന്ന് പറയാനാണ്? തീർച്ചയായിട്ടും മാറും, തീർച്ചയായിട്ടും മാറും അല്ലേ? ഒരു ഹോട്ടലിൽ ചെന്നാല് 4 ആള് 4 വിധം ചായ പറയും. അഭിപ്രായം പറയാൻ അവസരം ഉണ്ടെങ്കിലേ പറയൂട്ടോ. നമ്മളൊരു വീട്ടിൽ പോയിട്ട് ഒരു ലൈറ്റ് 2 സ്ട്രോങ് എന്നൊന്നും പറയില്ലല്ലോ. ഓലെന്താണോ തരുന്നത് കുടിക്കുള്ളൂ. അപ്പൊ ലൈറ്റ് വേണ്ടിയവന് കിട്ടിയത് മീഡിയം ആണെങ്കിലും അവൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. മീഡിയം വേണ്ടിയവന് സ്ട്രോങ് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? പറയും അത് ഇത് മറ്റേത്. അപ്പോ അഭിപ്രായം, അഭിരുചി, ഇതിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ അഭിരുചിയിൽ മാറ്റമുണ്ടാകരുത്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് എന്ന് അള്ളാഹു വിലക്കിയിട്ടില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ കക്ഷിത്വം ഉണ്ടാകരുത്, ഭിന്നിപ്പുണ്ടാകരുത്, പക്ഷപാതിത്വം ഉണ്ടാകരുത്, സങ്കുചിത മനോഭാവം ഉണ്ടാകരുത് എന്ന് അള്ളാഹു വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വല തഫറഖൂ എന്ന് പറഞ്ഞത്. ഫിർഖത്ത് വേണ്ട. ഈ ഫിർഖത്ത് ഉണ്ടായിട്ടുള്ള മുൻകാല സമൂഹങ്ങളൊക്കെ തോറ്റുപോയതാണ്. അങ്ങനെ അവര് ഫിർഖത്ത് ഉണ്ടായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വിവരമില്ലാത്തപ്പോഴല്ല, വിവരമുള്ളപ്പോഴാണ്. വ്യക്തമായ തെളിവുകൾ വന്നെത്തിയ ശേഷമാണ് അവരൊക്കെ ഭിന്നിച്ചിട്ടുള്ളത്. അങ്ങനെ വിവിധ കക്ഷികളായി പിരിഞ്ഞവരെ പോലെ നിങ്ങൾ ആവരുത്. ചില മുഖങ്ങൾ പ്രസന്നമാവുകയും മറ്റു ചില മുഖങ്ങൾ ഇരുളുകയും ചെയ്യുന്ന ദിനം അവർക്ക് കൊടിയ ശിക്ഷയുണ്ട്. അന്ന് മുഖം ഇരുണ്ടവരോട് ഇങ്ങനെ പറയും: സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം സത്യനിഷേധികളാവുകയല്ലേ നിങ്ങൾ ചെയ്തത്? അവിധം സത്യനിഷേധികളായതിനാൽ നിങ്ങൾ ഇന്ന് കൊടിയ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഈ സന്മാർഗം കിട്ടിയതിന് ശേഷവും തന്നിഷ്ടപ്രകാരം, ദേഹേച്ഛപ്രകാരം വിവിധ കക്ഷികളായി പിരിഞ്ഞു പോകുന്നതിനെ ഇവിടെ വളരെ ഗൗരവത്തിലാണ്. നിങ്ങൾ സത്യനിഷേധികളാവല്ലേ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഇനി അതിന്റെ തുടർച്ചയാണ് എന്നാൽ അല്ലദീന ബിയവ്വത് അബിയല് അസ്വദ്, വെളുത്തത് കറുത്തത് എന്നർത്ഥത്തിൽ. അല്ലദീന ബിയവ്വത്, വെളുത്തവർ. വെളുത്തവർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയുന്ന വിവാഹ പരസ്യത്തിൽ എഴുതൂലേ, നായർ യുവതി, 26 വയസ്സ്, വെളുത്ത നിറം, അങ്ങനെ ആ വെളുപ്പല്ല ഇവിടെ പറയുന്നത്. അത് മാട്രിമോണിയൽ പരസ്യത്തിൽ നമ്മൾ എഴുതുന്ന വെളുപ്പും കറുപ്പും ഒക്കെയാണ്. ആ വെളുപ്പല്ല. നമ്മളൊരാളോട് ചോദിക്കാറില്ലേ, എന്താണ് നിന്റെ മുഖം കറുത്ത് കരുവാളിച്ചിരിക്കുന്നല്ലോ, എന്താണ് എന്ന് ചോദിക്കൂല. അതെന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സ് ദുഃഖപൂർണമാകുമ്പോൾ മുഖം കറുത്തിരുളും അല്ലേ? ദുഃഖം ഉണ്ടാവുമ്പോൾ, സങ്കടം സഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, നമ്മൾ എത്ര കുളിച്ച് ഫ്രഷായാലും എത്ര നല്ല പൗഡർ ഇട്ട് മിനിക്കിയാലും മുഖത്ത് നോക്കിയാലും ഒരു എന്ത് തോന്നും? ഒരു അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
മുഖം മനസ്സിന് കണ്ണാടിയാണ്. മനസ്സിനെ മറക്കുന്നു മുഖമൊന്ന് പുതുമൊഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും പ്രസന്നമായിട്ടുള്ള ആളുകൾ, അവരുടെ മുഖം വെളുത്തതാണ്. ഫഫീ റഹ്മത്തില്ലാ, അപ്പോൾ അവരുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ്. അള്ളാഹുവിന്റെ കാരുണ്യം എന്നതുകൊണ്ട് ഉദ്ദേശം സ്വർഗമാണ്. ഹും ഫീഹാ ഖാലിദൂൻ. സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അവരതിൽ നിത്യവാസികളാണ്. ഖാലിദ് എന്ന് പറഞ്ഞാൽ നിത്യൻ എന്നാണ്. നമ്മള് നിത്യൻ എന്ന് പറഞ്ഞാല് ആ മുസ്ലിമും, ഖാലിദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമും എന്നാണല്ലോ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത്. സ്വാദിഖ് എന്ന് പറഞ്ഞാല് മുസ്ലിമും, സത്യൻ എന്ന് പറഞ്ഞാല് ഹിന്ദു എന്നാണ് നമ്മൾ വിചാരിക്കും. അപ്പോ ഖാലിദ് എന്ന് പറഞ്ഞാൽ നിത്യൻ. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും. സുഖങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ പലതും അനുഭവിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞല്ലോ, ചൊറിയുമ്പം മാന്തലാണ് ലോകത്തെ ഏറ്റവും സുഖമുള്ള ഒരു കാര്യം. പക്ഷെ ആ സുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പിന്നെ പുകച്ചിലെടുക്കും. നിസ്സാര കാര്യമാണ്. ബേപ്പൂർ സുൽത്താൻ വലിയ ദാർശനികനായ എഴുത്തുകാരനായിരുന്നു, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ചെറിയ വാക്കുകൾ പോലും വലിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ ആ സുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പിന്നീട് അത് നിലനിൽക്കൂല. ആ സുഖം മനുഷ്യ ജീവിതം അങ്ങനെയാണ്. ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങൾക്കും അതുണ്ട്. എല്ലാ കല്യാണത്തിനും ഒരു പിറ്റേ ദിവസം ഉണ്ടാവില്ലേ? കല്യാണത്തിന്റെ അന്നത്തെ ദിവസവും പിറ്റേ ദിവസവും തമ്മിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തല്ല പണി, ഇതെല്ലാം അടിച്ച് തുടച്ച് എല്ലാരും പോയി. പെണ്ണുങ്ങൾക്ക് അത് കൂടുതലുണ്ടാവും. ആണുങ്ങൾ ചിലപ്പോൾ ക്ഷീണമായിട്ട് പോയി കിടക്കും. പെണ്ണുങ്ങൾക്ക് പിന്നെ ക്ഷീണം എന്ന പരിപാടിയൊന്നും അധികം ഉണ്ടാവാത്തതുകൊണ്ട് എന്നിട്ട് കാര്യമില്ല. അതാണ്. അപ്പോ എല്ലാവരും ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു, സന്തോഷം പങ്കുവെക്കുന്നു. ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ എല്ലാരും പോയി. അയച്ചിട്ടതൊക്കെ ഒരു ഭാഗത്തുണ്ട്, തുടയ്ക്കാൻ ഒരുപാട് ഇപ്പുറത്തുണ്ട്. ആകെപ്പാടെ അതാണ് കല്യാണ പിറ്റേന്ന്. അന്ന് ആരും ഉണ്ടാവില്ല. അന്നുണ്ടാകുന്നവരുണ്ട് കേട്ടോ. പെരുന്നാൾ പിറ്റേന്നും അങ്ങനെ തന്നെയാണ്. പെരുന്നാളിന്റെ അന്നത്തെ ആ ഒരു സംഭവം പെരുന്നാൾ പിറ്റേന്ന് ഉണ്ടാവില്ല. എല്ലാ സുഖങ്ങളും മുറിഞ്ഞു പോകും ദുനിയാവിൽ എന്നതാണ് പ്രത്യേകത. പക്ഷെ മുറിഞ്ഞു പോകാത്ത ഒരു സുഖം, അതാണ് സ്വർഗം. ഖാലിദീന ഫീഹാ. ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി ഉലൈക ഹും ഖൈറുൽ ബരിയ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. അബദാന്നും കൂടി പറഞ്ഞോട് കൂടിയിട്ട് അത് അൺലിമിറ്റഡ്, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും. മറ്റു സുഖങ്ങളൊന്നും വലിയ കഥയല്ല കേട്ടോ. അപ്പോ ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികൾ ആകുന്നു. തിൽക, അവ ആയാത്തുല്ലാ, അള്ളാഹുവിന്റെ സൂക്തങ്ങളാണ്. നത്ലൂഹാ, നാം അത് ഓതി കേൾപ്പിക്കുന്നു. നാം എന്നർത്ഥം വരുന്നത് ന എന്നിവിടെ ഉള്ളത് കൊണ്ടാണ്. നത്ലൂഹാ അലൈക്, താങ്കൾക്ക്. ബിൽ ഹഖ്, യഥാവിധം, യഥാർത്ഥത്തിൽ. വമല്ലാഹു, അല്ലാഹു അല്ല. യുരീദു, ഉദ്ദേശിക്കുന്നവൻ. വമല്ലാഹു യുരീദു, അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ളുൽമൻ, ളുൽമ ഉദ്ദേശിക്കുന്നില്ല. ലിൽ ആലമീൻ, ഈ ലോകത്തിന്. ഇതൊക്കെയും അള്ളാഹുവിന്റെ വചനങ്ങളാണ്. നാം അവ നിനക്ക് യഥാവിധി ഓതി കേൾപ്പിക്കുകയാണ്. ലോക ജനതയോട് ഒരനീതിയും കാണിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളും
അനീതി കാണിക്കരുത് എന്നാണ്. അള്ളാഹു ലോകത്തോട് അനീതി കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അള്ളാഹിന്റെ ആൾക്കാരും ലോകത്തോട് അനീതി പ്രവർത്തിക്കാൻ പാടില്ല. നീതിയായിരിക്കണം നിങ്ങളുടെ മുഖമുദ്ര. കുട്ടികൾക്കിടയിലും അയൽക്കാർക്കിടയിലും സമൂഹത്തിനിടയിലും രാജ്യത്തിനിടയിലും ഇതര മതവിശ്വാസികൾക്കിടയിലും നിങ്ങളുടെ മുഖമുദ്ര നീതിയായിരിക്കണം, ദുൽമായിരിക്കരുത്. അള്ളാഹു ലോകർക്കിടയിൽ ദുൽമ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അള്ളാഹുവിൻ്റെതാണ് മാ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളത്. എവിടെ പോയി മാഷ്? ഇവിടില്ലേ? കേന്ദ്രവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നൊക്കെ വാർത്തയിലുണ്ടായിരുന്നു. ആണല്ലേ? വീട്ടുകാരത്തിയില്ലേ? എന്തെങ്കിലും ഉണ്ടാവും, പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവും. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിൻ്റെതാണ്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ. കാര്യങ്ങളൊക്കെ മടക്കപ്പെടുന്നത് അള്ളാഹുവിങ്കലേക്കാണ്. പണ്ട് കുസൃതി കാണിക്കുന്ന, വേറൊരു ഭാഷ കുരുത്തക്കേട് കാണിക്കുന്ന മക്കളെ തല്ലാൻ വേണ്ടി ഉമ്മ വടിയെടുത്താല് കുട്ടികൾ ഓടുമ്പോ ഉമ്മ പറയും, ഈ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. പണ്ടത്തെ കാര്യമാണ്, ഇന്നത്തെ അല്ല. ഇന്ന് തല്ലാൻ വടിയെടുത്താൽ തന്നെ ബോക്സോ കേസായി. ഇന്ന് തല്ലാൻ പാടില്ല. പണ്ടങ്ങനല്ല. പണ്ട് തച്ച് വളർ ഒന്നേ ഉള്ളെങ്കിലും ഒലക്കോണ്ടടിക്കണം. നമ്മള് ക്ലാസ്സിൽ രണ്ടാമത്തെ പ്രാവശ്യം ഒലക്ക വരുന്നത് ഒന്ന് അഭിപ്രായം ഇരുമ്പോലക്കല്ലാതെ ഒന്നേ ഉള്ളെങ്കിലും ഒലക്കൊണ്ടടിക്കണം. അല്ലെങ്കിൽ ഒന്നാവുമ്പോ സാധാരണ എന്തായിരിക്കും, ഓമനയും ലാളനയും കൂടും. അപ്പൊ ഇത് വെടക്കാവുന്നല്ല. നമ്മളൊരു ചെടി ഒഴിച്ചിട്ടിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ അത് ചീഞ്ഞു പോകും. ആവശ്യത്തിന് വെള്ളം മതി. ഇതുപോലെ കുട്ടികൾക്ക് വല്ലാതെ ഇത് കൊടുത്താൽ കുട്ടികൾ എന്താവും, വെടക്കായി പോകും. കുട്ടികളെ ചില ആളുകള് ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല, ഒക്കെ ചെയ്തു കൊടുക്കും. വലുതായിട്ടും വായിലും ഉരുള വെച്ചു കൊടുക്കും. എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ അവരെ സംരക്ഷിക്കാനുള്ള കാലത്തോളം അവർക്ക് സുഖമായിരിക്കും. പുറത്തിറങ്ങുമ്പോൾ അവർക്ക് അതൊരു സുഖമായിരിക്കൂല. ഒരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഉമ്മാണ് പൊതിച്ചേരല് എന്ന് പറഞ്ഞ് മറ്റോ പൊതിച്ചു കൊടുക്കുമോ? വേണമെങ്കിൽ പൊതിക്കാന്നല്ലാതെ. അപ്പൊ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് നമ്മൾ ഒന്ന് വിട്ടുപിടിക്കണം. അപ്പൊ മുമ്പൊക്കെ അങ്ങനെയാണ്, ഒന്നേ ഉള്ളെങ്കിലും ഒലക്കൊണ്ടടിക്കണം. ഇന്ന് അടിക്കാൻ പാടില്ല അല്ലേ? അടിക്കുമ്പോൾ പ്രശ്നമാണ്. പിന്നെ പണ്ടത്തെ ഉമ്മമാര് പറയും ഇങ്ങോട്ട് തന്നെയല്ലേ വരിക എന്ന്. ഇന്നത്തെ കുട്ടികളോട് ഇങ്ങോട്ട് തന്നെയല്ലേ വരിക എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ട് തന്നെ വന്നോളൂന്നല്ല. നിങ്ങളൊക്കെ പണ്ടത്തെ കുട്ടികളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ ഉദാഹരണം പറയാണ്. നിങ്ങൾ പുതിയ ആൾക്കാരോട് പറയുമ്പോൾ വേറെ ഉദാഹരണം പറയണം കേട്ടോ. അള്ള പറയാണ് നിങ്ങളെല്ലാവരും തിരിച്ചിങ്ങോട്ട് തന്നെയാണ് വരിക. മുമ്പത്തെ കുട്ടികളിലും ഇന്നത്തെ കുട്ടികളിലും ഈ ഉദാഹരണം മാറിയെങ്കിലും അള്ളാന്റെ കാര്യത്തിൽ ഇത് മാറിയിട്ടില്ല. ഒരിക്കലും അത് മാറൂല. തിരിച്ച് ആരുടെ അടുത്തേക്ക് തന്നെയാണ് പോവുക? അള്ളാന്റെ അടുത്തേക്കാണ്. അതെ അതെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇത് ആവർത്തിച്ചു പറയുന്നുണ്ട് അള്ളാഹു, മടങ്ങിപ്പോക്ക് റബ്ബിന്റെ അടുത്തേക്കാണ് എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മളെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. നമ്മളിങ്ങനെ ജീവിച്ചു പോവാണ്, സുഖ ദുഃഖ സമ്മിശ്രമായ ദുനിയാവിലെ ജീവിതം. നമുക്ക് പ്രതീക്ഷയാണ് എപ്പോഴും. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്നിപ്പോ ഒരു വിഷമം ഉണ്ടെങ്കിലും നാളെ അത് ശരിയാവും, ഇന്നൊരു ദുഃഖം ഉണ്ടെങ്കിലും നാളെ സുഖാവും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ. പക്ഷെ അതേ സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നത് തനിച്ചാണ്. ആരുമില്ലല്ലോ വേറെ. പോയ ആളുടെ കൂടെ ഒന്നും ആരും പോയിട്ടില്ല.
നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളാണെന്ന് വിചാരിച്ചിട്ട് നമ്മളും കൂടി മയ്യത്തട്ടിൽ കയറി കിടക്കൊന്നുമില്ല. ഒരു കാലത്ത് സതി അനുഷ്ഠിച്ചിരുന്നു. സതി ഭർത്താവിന്റെ ചിതയിൽ ചാടിയിട്ടോ വേറുള്ളൊരു തള്ളിയിട്ടിട്ടോ എന്നുള്ളതാണ്. തള്ളിയിടലാണ്. ആരാ ചാട്? അപ്പൊ അങ്ങനെ. പക്ഷെ എന്നാലും ഇവര് തെറ്റിദ്ധരിക്കുകയാണ്, രണ്ടാളും ഒന്നിച്ചല്ല പോണത്. മറ്റാള് നേരത്തെ പോയി, ഇയാള് വേറെയാണ് പോണത്. ഈ കത്തിക്കുമ്പോ, ചിതയിൽ ചാടുമ്പോ രണ്ടും ഒന്നിച്ച് കത്തുന്നു. പക്ഷെ അത് ബോഡി മാത്രമാണ് പോണത്. റൂഹാണല്ലോ, സത്ത് പോയി എന്നാണ്. ആ സത്ത് രണ്ട് സമയത്താണ് പോണത്. അപ്പോ ആരും ആരുടെ കൂടെയും ഇല്ല. ഖബറിൽ ചിലപ്പോ ഒരേ ഖബറിൽ തന്നെ 2, 3, 4 മയ്യത്ത് വെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയും ഈ 3-4 ആൾക്കാർ ഒന്നിച്ചുള്ള യാത്ര അല്ല. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഖബറിൽ ഒന്നിലധികം ആളെ വെക്കണ, ഖബറിൽ വെക്കണേ കണ്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ ഒരേ ഖബറിൽ ഒന്നിലധികം ആളെ വെക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനല്ല, മക്കൾക്കൊന്നും അങ്ങനെ വെക്കൂല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അത് ഗുജറാത്തിലെ ഭൂകമ്പത്തിന് ശേഷം അവിടെ റിലീഫിന് വേണ്ടി ചെന്നപ്പോ അവിടെ നമ്മൾ കവർ വയ്ക്കൽ എങ്ങനെയാ വെച്ചാൽ ഒരാൾക്കുള്ള കുഴി, ഒന്നിലധികം പേർക്കുള്ള കുഴി, ഇങ്ങനെ കുഴിക്കണോനും പണിയാ തന്നെ കുഴിച്ചുകൊണ്ടിരിക്കണം. മയ്യത്ത് ചിലപ്പോ ഒന്ന് കിട്ടിയാൽ വേഗം കൊണ്ടുവന്ന് പോകും. 2-3 ഒന്നിച്ചിട്ട് 2-3 ഒന്നിച്ചുകൊണ്ട് വരും. അങ്ങനെ ഒരു സംഭവം. അതിന്റെ മൂടലൊന്നുമില്ല, മണ്ണെടുത്തിട്ട് വെച്ചിട്ട് മൂടൽ തന്നെയാണ്. മണ്ണെന്നെ മൂടുന്നു, അല്ലാണ്ട് ഉള്ളിലൊരു കവറ് വരെ. ഇതൊക്കെ നമുക്ക് ആഘോഷിക്കാൻ നേരം കിട്ടുന്നതുകൊണ്ടാണ്. നമ്മളെ മഹലിൽ ഒരാൾ മരിക്കും, അപ്പോൾ എല്ലാവരും കൂടി ചൊല്ലുന്നു, അതൊരു സംഭവമാക്കുന്നു. അപ്പോഴാണ് പിന്നെ ഇളക്കല്ലേ, അനക്കല്ലേ, തൊടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനൊക്കെ കഴിയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് വേറെ പണിയില്ല, നമ്മൾ ഈ ഒരു മയ്യത്തും കൊണ്ട് കളിക്കുകയാണെന്നുള്ളതാണ്. അതേ സമയത്ത് അവിടെ ഭൂകമ്പം, ഓരോ വീട്ടിലും കുറെ ആൾക്കാർ മരിക്കുന്നു. അപ്പൊ പിന്നെ ഇതൊന്നുമില്ല. പിന്നെ ആരും ആരെയും സമാധാനിപ്പിക്കാനും ഇല്ല. ആരും സമാധാനിപ്പിക്കാനും അറബി ഗൾഫ് സ്റ്റൈല് എൽ ഷേപ്പാണ്. അപ്പൊ മയ്യത്ത്, ഒന്നിലധികം മയ്യത്തൊക്കെ ഒരേ ഇതിൽ വെക്കും. ഒരാളെ മയ്യത്ത് പല കവറിൽ വെക്കും. അതെങ്ങനെയാണ് ചൂരൽമലെന്ന് കണ്ടില്ലേ? കാരണം അവിടെ നിന്നെങ്ങാനും ഒലിച്ചു പോയിട്ട് ഈ നിലമ്പൂരിൽ നിന്നൊക്കെയാണ് കാല് കിട്ടുന്നത്, വേറെ സ്ഥലത്ത് തല കിട്ടുന്നത്, കൈ കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു. അപ്പോ ഇതൊന്നും ഏതോ അന്യഗ്രഹത്തിലോ ഒന്നും നടന്ന സംഭവമല്ല. നമ്മളെ പോലൊക്കെ ജീവിച്ച മനുഷ്യന്മാരാണ്. അപ്പൊ ഇത് ഒപ്പിക്കുകയാണ്. പിന്നെ ആ തലയും കയ്യും എല്ലാം കൂടി ഒപ്പിക്കുക. ചിലപ്പോ വേറെ ആളെ കയ്യും വേറെ ആളെ കാലും ഒക്കെ ചെയ്യും. എന്നിട്ടൊരു മയ്യത്തായിട്ട്. അപ്പോ ഒന്നിച്ച് ഇങ്ങനൊക്കെ ആണെങ്കിലും പോക്ക് ഒറ്റക്കാണ്. അപ്പൊ നിങ്ങൾ തിരിച്ചു പോകേണ്ടത് അള്ളാന്റെ അടുത്തേക്കാണ്. എന്നിട്ട് പോയിട്ട് കാണാനുള്ളത് അള്ളാനെയാണ്. ഈ ബോധം യഥാർത്ഥത്തില് മനുഷ്യ ജീവിതത്തെ സംസ്കരിക്കാനും മെച്ചപ്പെടുത്താനും വേണ്ടിയുള്ളതാണ്. കാരണം നമ്മളിവിടെ എന്തെല്ലാം ആരെ മുമ്പിലൊക്കെ എന്തൊക്കെ പോളിഷ് ചെയ്ത് ജീവിച്ചാലും അവസാനം നമ്മൾ ഒറ്റക്കായിരിക്കും ഖബറിൽ. അപ്പൊ അവിടെ നമുക്ക് നന്നായി പോണെങ്കിൽ നമ്മുടെ അമലുകൾ മാത്രമേ കാണൂ എന്നതാണ് സംഭവം. അതുകൊണ്ടാണ് അല്ലാഹു നമ്മളോട് പറയുന്നത് ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതൊക്കെ അള്ളാൻ്റെതാണ്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നത് അള്ളാന്റെ അടുത്തേക്കാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്
الناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله كنتم നിങ്ങളായിത്തീരുന്നു ഖൈറ ഉമ്മ ഉത്തമമായ സമൂഹം. ഉമ്മത്ത് ഖൗമ വ്യത്യാസം ഞാൻ പണ്ടേ പറഞ്ഞു തന്നുകൊണ്ടിരുന്നതാണ്. ഉമ്മത്ത് ഖൗം. ഖൗം എന്ന് പറഞ്ഞാൽ സമൂഹം, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമൂഹം. വ്യത്യാസം. വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞുകൂടാ ഉമ്മത്ത്. ഉമ്മത്ത് എന്ന് പറയുമ്പോൾ ഒരേ ആദർശവും ലക്ഷ്യവുമൊക്കെ ഉള്ള പരസ്പര ബന്ധിതമായ ഒരു സമൂഹം. അത് വിശ്വാസി സമൂഹമാവാം, അവിശ്വാസി സമൂഹമാകാം. പക്ഷെ അവർ പരസ്പരം ബന്ധമുണ്ടാകും, അവർക്ക് ഒരു കോമൺ ലക്ഷ്യമുണ്ടാവും. അതാണ് ഉമ്മത്ത്. നല്ല ലക്ഷ്യമാവാം, ചീത്ത ലക്ഷ്യമാവാം. ഖൗം എന്ന് പറഞ്ഞാൽ അങ്ങനെ പരസ്പര ബന്ധമൊന്നും നിർബന്ധമല്ല. ഒരു കാലത്തെ ജനങ്ങൾ ഖൗമിലെ കുട്ടി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അത് ഖൗമിന് തന്നെ അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറയുമ്പോഴും ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നമ്മളെ സമുദായത്തിനെയാണ്. അതാണ് നമ്മളെ ഖൗം. വേറെ വേറെ ആയിട്ട് കാണും. ഒരു ടീമാണെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണെന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഖൗമിലെ കുട്ടി എന്ന് പറയുമ്പോൾ ഖൗം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ സമുദായമാണ് എന്നതിനാലാണ് ഖൗമിലെ കുട്ടി എന്ന് പറയുന്നത് പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഖൗം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരുമാണ്. യാ ഖൗം എന്ന് നബി വിളിച്ചത്, എല്ലാ നബിമാരും വിളിച്ചത് മുസ്ലിങ്ങളെ മാത്രമല്ല, അന്നത്തെ എല്ലാവരെയുമാണ്. അതൊരു ഗ്രൂപ്പ്, ഒരു ജനങ്ങളുടെ ഒരു ഗ്രൂപ്പ്. അതൊരു ടീമായി മാറുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ടീം UDF എന്നൊക്കെ പറയല്ലേ, ഈ പ്രാവശ്യം വന്നൊരു ടൈമാണ് അതൊക്കെ. എന്ന് പറഞ്ഞാൽ ഒരേ ലക്ഷ്യം ഉദ്ദേശിച്ച് പരസ്പര ബന്ധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അത് ഉമ്മത്ത് എന്ന് പറയും. ശരിക്കും മുസ്ലിം ഉമ്മത്താണ്. മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം ഖൗമായിട്ട് മാറിയതാണ് എല്ലാ പ്രശ്നത്തിനെയും കാരണം. കാരണം പരസ്പര ബന്ധമല്ല, ഒരു ലക്ഷ്യമില്ല, ഒരു പ്രവർത്തന സ്വഭാവമില്ല, അതിലൊന്നും ഒന്നിച്ചല്ല. നിങ്ങളോട് മുമ്പ് പറഞ്ഞില്ലേ, ഈ ഹറമിലെ നിസ്കാരം കണ്ടുകൊണ്ടിരുന്ന പാശ്ചാത്യരായിട്ടുള്ള ഏതോ ആളുകൾ തമ്മിൽ നടന്നൊരു സംസാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനെ കുറിച്ചിട്ട് ഉണ്ട്, മറന്നുപോയിന്ന് അറിയാം. കേട്ടിട്ടുണ്ട്, മറന്നുപോയത്. ഞാൻ പറഞ്ഞു തീർന്ന നിങ്ങൾ എന്നറിയും. ഹറമിലെ നിസ്കാരം വീക്ഷിച്ചുകൊണ്ടിരിക്കുക TV-യിൽ. അത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ തവാഫിന്റെ സമയത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പരന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചാൾക്കാർ ഇങ്ങനെ തവാഫിൽ, ചില ആൾക്കാർ അവിടെ ഇങ്ങോട്ട് നടക്കണവരുണ്ട്. നമ്മളിങ്ങനെ ഒരു അപ്പോഴാണ് ഇഖാമത്ത് കൊടുക്കുന്നത്. ഉടനെ സഫായി എല്ലാവരും നിന്നു. പിന്നെ നിസ്കാരം കാണേണ്ടത് തന്നെയല്ലേ, റുക്കൂൽ ഇങ്ങനെ പോകുന്നില്ല എല്ലാ ഭാഗത്തുനിന്നും, ഇത്തിദാൽ, സുജൂദ്. അപ്പൊ ഇത് കണ്ടിട്ട് ഈ സൈന്യാധിപൻ മറ്റാളോട് ചോദിച്ചു പോലും, ഇത് മൊത്തം മിലിറ്ററി ആണോ? അപ്പൊ മിലിറ്ററി ഒന്നുമില്ല, പിന്നെ സാധാരണ പൊതുജനങ്ങളാണ്. അയാളാകെ ബേജാറായിരുന്നു. പൊതുജനങ്ങളോ? കാരണം വളരെയധികം പരിശീലനം സിദ്ധിച്ച ഒരു മിലിറ്ററിക്ക് മാത്രമാണ് ഇത്ര സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ലൈൻ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മിലിറ്ററി എന്നല്ല, ഒരു പൊതുസമൂഹത്തിന് തന്നെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ആവാൻ പറ്റുമെങ്കിൽ അത് എന്തുമാത്രം ഭയങ്കര അത്ഭുതകരമായ ഒരു സംഭവമാണ്.
കാരണം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് സ്തൗ സ്തൗ എന്ന് പറയുന്നുള്ളൂ. അപ്പോഴേക്ക് എല്ലാവരും കൂടി റെഡിയാവും. ഇത് മറ്റേത് വിസിലടിച്ച് സംഭവമാക്കി ഇതെല്ലാം കൂടി അണിയായി നിൽക്കണ ഒരുപാട് നേരം വേണം, മിലിറ്ററിക്കാർക്ക് തന്നെ നേരം വേണം. പക്ഷെ ഇത് പൊതുജനങ്ങളിൽ എത്രയോ പെട്ടെന്ന്. എന്നിട്ടിങ്ങനെ കഅബന്റെ അടുത്ത് നിന്നാണ് അതിന്റെ ശരിയായ ചിത്രം കിട്ടുക. കാരണം സഫ് ഇങ്ങനെ വട്ടത്തിലായതുകൊണ്ട് ഇങ്ങനെ പൂ പോലെ പൂവിടലും പോലെ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ മറ്റാള് പറഞ്ഞല്ലോ അത് ബേജാറാണ്ട, പള്ളിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ, വീട്ടുകൾ പുറത്തിറങ്ങിയാൽ ഒരിക്കലും ഉണ്ടാവൂല, ഇങ്ങനെ സഫാവൂല, നിങ്ങൾ ബേജാറുണ്ടാകും. അത് നമ്മളുടെ വീഴ്ചയാണ്. അല്ലാഹു തആല നമുക്ക് നൽകുന്ന പരിശീലനം ഇങ്ങനെയാണ്. മറ്റേ കാമത്തിലൂടെ നിങ്ങൾ എല്ലാവരും എന്താവുന്നു, ഒന്നായിത്തീരും. അവിടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവന്റെ മദ്ഹബോ ഗ്രൂപ്പോ സംഘടനയോ ഒന്നും പ്രശ്നമല്ല. ഇത് നിങ്ങളെ ജീവിതത്തിലൂടെ പകർത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്വഫിനെ ഭേദിക്കാൻ ഒരാൾക്കും കഴിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ മാതിരി പള്ളിൻ്റെ അകത്താതുള്ളൂ, പുറത്തെത്തിയാൽ നമുക്ക് ഒരിക്കലും ഒരു സഫാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് നമ്മളുടെ കാര്യങ്ങൾ. നിസ്കാരത്തിൽ പ്രശ്നമില്ലല്ലോ. നിസ്കാരത്തിൽ നമ്മൾ സഫല്ല സഫമ്മ സഫായാലും നാട്ടുകാർക്ക് എന്താണ്? ശരിക്കും നിസ്കാരത്തിന് ശേഷം സഫാൻ കഴിയണ്ടേ? അവിടെയാണല്ലോ ബുന്യാനും മർസൂസ്, ഒരു കെട്ടിടം പോലെ പരസ്പരം ചേർന്ന് സംഗതി ചെറിയ കട്ടയാണ് ഈ ഇഷ്ടിക. പക്ഷെ അതിന്റെ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഇങ്ങനെ വെച്ച് അതിന് നടുക്കാണൊന്ന് വെക്കുന്നത്. അപ്പൊ ഈ ഒരു കൂട്ടിപ്പിടുത്തം എന്ന് പറയില്ലേ നമ്മള് ബിൽഡിങ്ങിന്റെ ഒക്കെ കാര്യത്തില്, ഈ കൂട്ടിപ്പിടുത്തം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് ഉറച്ചു നിൽക്കുന്നത്. അല്ലാണ്ടെന്ന് ഈ കോൺക്രീറ്റ് എത്രയോ കനമുള്ള സാധനം നമ്മളെ തലിന് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതങ്ങനെ തന്നെ വെച്ചാൽ വീണുപോലെ. ഇത് പരസ്പര ബന്ധിതമായതുകൊണ്ടാണ് അതിങ്ങനെ നിൽക്കുന്നത്. അത് ഈ ചെറിയ സ്കൂൾ മാത്രമല്ല, ബുർജ് ഖലീഫ വരെ നിൽക്കുന്നത് പരസ്പര ബന്ധിതമായതുകൊണ്ടാണ്. ഈ പരസ്പര ബന്ധം എന്ന് പറയുന്നതാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. ഞാനൊരു മടിയും പശുക്കും കാണിക്കാതെ ഉമ്മത്തിനെ വീണ്ടും വീണ്ടും വിശദീകരിക്കണം എന്നുണ്ടാന്ന് വെച്ചാൽ, നമ്മൾ ഉമ്മത്തായി തീരണം എന്ന് നേരത്തെ ആയത്തിൽ പറയൽക്കും നിങ്ങൾക്ക് ഉമ്മത്തും ഇതുപോലെ നമ്മളൊരു ഉമ്മത്താവണം എന്നല്ല പറഞ്ഞതുകൊണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് കുൻതും ഖൈറ ഉമ്മ, ഉമ്മ എന്നാ പറയുള്ളൂ കേട്ടോ മലയാളത്തില്. മലയാളത്തിലല്ല, അറബിയിൽ തന്നെ. കാരണം താ എന്നുള്ള എന്തായി പോകും, ഖദീജ എന്നുണ്ടല്ലോ, താ ഒഴിവായി. ഫാത്തിമ പറയില്ലല്ലോ, ഫാത്തിമ എന്ന് പറയും. അപ്പൊ അവസാനത്തെ താ പറയില്ല. അവസാനം താ ഇല്ലെങ്കിൽ ഫാത്തിം എന്നാ പറയേണ്ടി വരിക. ഫാത്തിമ എന്ന് പറയണമെങ്കിൽ താവ് വേണം, പക്ഷെ താവ് പറയില്ല. മുസ്ലിം ഉമ്മയുടെ ഉത്തരവാദിത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വയൽ വെച്ചു. മൂന്ന് ദിവസത്തെ വയൽ, ഒന്ന് പരലോകം, ഒന്ന് കുടുംബജീവിതം. മുസ്ലിം ഉമ്മയുടെ ഉത്തരവാദിത്വം. ഒരാൾ വെച്ചു, ഇതെങ്ങനെ അങ്ങനെ പറയുന്നത്? ഉമ്മയുടെ ഉത്തരവാദിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ പോരെ. മുസ്ലിങ്ങളല്ലേ ഉമ്മ എന്ന് വിളിക്കുള്ളൂ, മറ്റുള്ളവരൊക്കെ അമ്മ എന്നല്ലേ വിളിക്കുക. പോലും വിചാരിച്ചു മുസ്ലിം ഉമ്മ എന്ന് പറയും. നമ്മൾ ഉമ്മ എന്ന് വിളിക്കണം ഉമ്മനെ പറ്റിയെന്നാണ്. അത് ഉമ്മ എന്നാണ്. താഴുണ്ടെങ്കിൽ ഉമ്മ എന്ന് പറയുന്നത്. അപ്പൊ മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത്, ഉമ്മത്ത് മുസ്ലിമ, മുസ്ലിം ഉമ്മ. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമമായ ഒരു ഉമ്മത്താണ്. ഇവിടെ ഈ വാക്കിൽ തന്നെ ഉണ്ട് ഇതിന്റെ വിശദീകരണം. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ്. അൻതും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തമമായ സമൂഹമാണ്. പിന്നെന്തിനാണ് കുൻതും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞത് എന്നാണ്. അതെന്താന്ന് വെച്ചാൽ അൻതും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഉത്തമ സമൂഹമാണ്.
കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തമ സമൂഹമായിത്തീരും. എങ്ങനെയാണെങ്കിൽ ഇനി പറയുന്നതുണ്ടെങ്കിൽ, ഇപ്പോ പൂർവവേദത്തിന്റെ ആൾക്കാരൊക്കെ തങ്ങൾ ജനിച്ച ഗോത്രത്തിന്റെയും വംശത്തിന്റെയും കാരണത്താൽ ഞങ്ങൾ ഉത്തമന്മാരാണ് എന്ന് വിശ്വസിച്ചു. ഇസ്രായേൽ മക്കൾ ആയതിനാൽ തന്നെ ഞങ്ങൾ ഉത്തമന്മാരാകുന്നു. ജൂതന്മാരൊക്കെ അങ്ങനെ വിചാരിച്ചു. മാമോദീസ മുക്കിയാൽ ഞങ്ങളൊക്കെ നന്നായി ക്രിസ്ത്യാനികൾ വിചാരിച്ചു. ഞങ്ങളുടേത് വളരെ പുണ്യമാക്കപ്പെട്ട ബ്ലഡാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ജനിച്ചാൽ തന്നെ ഞങ്ങൾ ഉത്തമന്മാരായി. അപ്പൊ ഞങ്ങൾ ഉത്തമന്മാരായത് എന്തുകൊണ്ടാണ്? ഈ സമൂഹത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെ മതി, പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകതയുള്ള കാര്യമല്ല എന്ന് അവർ വിചാരിച്ചു. അങ്ങനെയാണ് അവർ പഴച്ചു പോയത്. നമ്മളും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? മുത്തുനബിന്റെ ഉമ്മത്തായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്നാണ് വിചാരിക്കുന്നത്. നബി കുടുംബമായ പിന്നെ പറയും വേണ്ട, നബിന്റെ കുടുംബമായ പിന്നെ പറയും വേണ്ട. എന്തായാലും അതേ സമയത്ത് സലാത്ത് ചൊല്ലിയാത്തന്നെ നബിനോടുള്ള സ്നേഹമായി. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. ഈ വിചാരം യഥാർത്ഥത്തില് പൂർവിക വേദ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു തെറ്റായ വിചാരമാണ്. അങ്ങനെ കാനേഷുമാരി കണക്കനുസരിച്ച് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് ആവർത്തിച്ച് പറയാനാണ് ഖുർആന്റെ പണി. ഇവിടെയും കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമമായ സമൂഹമാണ് എന്നുള്ളിടത്ത് കുന്തും എന്ന് പ്രയോഗിക്കാനുള്ള കാരണം, നിങ്ങൾ അങ്ങനെ വെറുതെ ഉത്തമ സമൂഹമാവുകയില്ല. നിങ്ങൾ ഖൈറ ഉമ്മത്താകണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ വേണം. അതിലൊന്ന് ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാകണം. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, ഉഖ്രിജത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടുവിപ്പിക്കപ്പെട്ടു. നിങ്ങൾ സ്വന്തം പുറപ്പെട്ടതല്ല, നിങ്ങളെ പുറപ്പെടുവിച്ചതാണ്. നിങ്ങൾ സ്വന്തം എഴുന്നേറ്റ് നിൽക്കുകയല്ല, നിങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണ്. ആര്? അല്ലാഹു. ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ് നിങ്ങൾ. എങ്കിലേ നിങ്ങൾ എന്താവുള്ളൂ? ഉത്തമ സമൂഹം ആവുകയുള്ളൂ. അതെന്താ നിങ്ങൾക്ക് വേണ്ടത്ര മനസ്സിലാവാത്ത മാതിരി? എന്നാ ഒരു മനസ്സിലായ മാതിരി ഇരിക്കി. നിങ്ങൾ യുദ്ധം കണ്ടിട്ടൊരു മനസ്സിലാവാത്ത മാതിരി ഉണ്ടല്ലോ. ഹംസക്കാന്ന് എണീച്ചൊക്കെ ഇരുന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ രാവിലെ വരുമ്പോ ഒരു ചായ കുടിച്ചു വരണം. അതായത് മുസ്ലിം ഉമ്മത്ത് നല്ല ഉമ്മത്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അള്ളാഹ് പറയുന്നത് നിങ്ങൾ നല്ല ഉമ്മത്താവണം. ആവും. എങ്ങനെയാണ് ആവുക? ഈ പറയുന്ന ഉപാധികൾ നിങ്ങളിൽ ഉണ്ടെങ്കിലാണ് ആവുക. ആ ഉപാധികളിൽ ഒന്ന് ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ആവണം. എങ്ങനെ ഈ ജനങ്ങൾക്ക് വേണ്ടി ആവുക? ജനങ്ങൾക്ക് വേണ്ടി, നമ്മക്ക് വേണ്ടി. ഇപ്പൊ നമ്മളെ നാട്ടിലെ ഒരു പുതിയ ഒരു രീതി എന്താന്ന് വെച്ചാൽ ഓരോരുത്തർ അവനവന് വേണ്ടിയാണ്. അവനവന് വേണ്ടിയാണ്. ഇനി എന്തെങ്കിലും ഒരു അവകാശം കിട്ടണമെങ്കിൽ പോലും അതിൽ നിന്നുള്ള ഒരാൾ വേണം, എന്നാലേ കിട്ടുള്ളൂ. ശരിക്കും നിങ്ങൾ ആലോചിച്ചു, കോഴിക്കോടിന് ഒരു മന്ത്രിയില്ല. അപ്പൊ നമുക്ക് ബേജാറായി, കോഴിക്കോടിന് മന്ത്രിയില്ല. അപ്പൊ മുഖ്യമന്ത്രി ഇപ്പൊ ഓരോ ജില്ലക്കും ഓരോ മന്ത്രിമാരാക്കി തന്നു. അപ്പൊ നമ്മളെ മന്ത്രി അനിൽകുമാറാണ്. യഥാർത്ഥത്തിൽ എന്തിനാ കോഴിക്കോടിന് മന്ത്രി? നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്.
യഥാർത്ഥത്തിൽ. കാരണം ഈ മന്ത്രി എന്ന് പറയുന്നത് ജില്ലക്കും പഞ്ചായത്തിനല്ലോ, മൊത്തം കേരളത്തിന്. മൊത്തം കേരളത്തിലെ മന്ത്രിമാർ എല്ലാ ജില്ലക്കും വേണ്ടി നിഷ്പക്ഷമായി പണിയെടുക്കുമായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് വേറെ മന്ത്രി വേണ്ടിയില്ലേനു. ഇപ്പൊ നമ്മൾ പറയും ആദിവാസികൾക്ക് ഒരു മന്ത്രിയില്ല. ശരിക്കും എന്തിനാ? ആദിവാസികൾക്ക് വേണ്ടി ബാക്കിയുള്ളവർ പണിയെടുക്കണ്ടേ? ജനാധിപത്യത്തിൽ അങ്ങനെയാണ്, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം. ശരിക്കും ആലോചിച്ച് നോക്ക്, ഒരു പെണ്ണിന്റെ അവകാശം പൂർത്തീകരിക്കാൻ പെണ്ണ് തന്നെ പ്രതിനിധിയായി പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പെണ്ണിന്റെ അവകാശം ബാക്കിയുള്ളവർ കൊടുക്കാത്തോണ്ടല്ലേ. കത്തിയില്ലല്ലോ പ്രശ്നം, കത്തിയില്ലല്ലോ. നമ്മളെ ജനാധിപത്യത്തിന്റെ ഒരു ഗുണമാണ് എല്ലാറ്റിൽ നിന്നുള്ള പ്രാതിനിധ്യം. പക്ഷെ ജനാധിപത്യത്തിന്റെ ഒരു ദൗർബല്യമാണ് യഥാർത്ഥത്തില് എല്ലാരും വേണമെന്ന് നിർബന്ധമാകുന്നു എന്നത്. ശരിക്ക് എല്ലാരും ഇല്ലെങ്കിലും നീതിപൂർവം അവകാശങ്ങൾ ഓരോരുത്തർക്കും ലഭ്യമാകണം. അതാണല്ലോ അതിന്റെ ഒരു. ഇപ്പൊ നമ്മളൊരാള് ഒരു സദസ്സിലില്ല എന്നതുകൊണ്ട് നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഗുണമാണോ ദോഷമാണോ? അതെ. അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഗുണം ലഭിക്കുന്ന രീതിയിലേ അവരുടെ അസാന്നിധ്യത്തിലും പെരുമാറുകയുള്ളൂ എന്ന് വരുമ്പോഴാണ് ഒരു സമൂഹം അതിന്റെ ഔന്നത്യത്തിലാവുക എന്ന് പറയും. പക്ഷെ നമ്മളെ ഒരു പ്രത്യേകത, ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എവിടുന്നാണോ പ്രതിനിധികൾ ഉള്ളത് അവർക്ക് മാത്രമാണ് അവരുടെ ന്യായമായ അവകാശങ്ങൾ പോലും ലഭിക്കുകയുള്ളൂ എന്നൊരു സ്ഥിതിയാണ് നമുക്കുള്ളത്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും വേണ്ടത് എല്ലാവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടണം, അവരുടെ അസാന്നിധ്യത്തിലും കിട്ടണം എന്നതാണ്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നമ്മൾ. പക്ഷെ നമ്മൾ ആർക്കു വേണ്ടിയാണ്? നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രമായി പോകുന്നു. അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ ഒരാൾക്ക് പോലും പ്രയോജനപ്രദമാകണം നാട്ടിന്റെ വികസനം എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ അതിന് ഭയങ്കര കയ്യടി കിട്ടാൻ കാരണം എന്താന്ന് വെച്ചാൽ, മനുഷ്യന്റെ ഉള്ളിലുള്ള നന്മ അതിനോടാണ് യോജിക്കുന്നത്, അല്ലേ? ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് ചാവേണ്ടി വന്നാൽ അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ഉമർഖാനുവിന്റെ പാർലമെന്റിൽ ആടുണ്ടായതുകൊണ്ടല്ല തോന്നിയത്, ആണോ? അല്ല. പാർലമെന്റില് പ്രതിനിധിയായിട്ട് ആട് വേണ്ട, ആടിന്റെ അവകാശത്തെ കുറിച്ച് പറയാൻ. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ബാധ്യതയും എല്ലാവരുടെയും അവകാശങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ആവണം മുസ്ലിം സമൂഹമേ നിങ്ങൾ. മുസ്ലിം സമൂഹം ജനങ്ങൾക്ക് വേണ്ടി ആകുമ്പോ മുസ്ലിം സമൂഹത്തിന്റെ കാര്യം ആര് നോക്കോളൂ? അള്ളാഹ് നോക്കും. ഇതിപ്പോ നമ്മക്കും വേണ്ടി മാത്രമാവുമ്പോ നമ്മളെ കാര്യം നോക്കേണ്ട ബാധ്യത അള്ളാഹ്ക്കില്ല. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അന്നം, അവരുടെ മരുന്ന്, അവരുടെ പാർപ്പിടം, അവരുടെ വസ്ത്രം, അവരുടെ വിദ്യാഭ്യാസം, ഇതിലൊന്നും ജാതി, മത, വർഗ, വംശ, ലിംഗ വ്യത്യാസങ്ങളില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഉത്തമ സമൂഹമാകാനുള്ള ഉപാധിയാകുന്നു. സാമുദായികതയും വർഗീയതയും വംശീയതയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധനസ്ഥരായ ആളുകളുടെ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ മുസ്ലിമും ബന്ധനാവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആരുടെ ബന്ധനാവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്? മനുഷ്യന്റെ. മുസ്ലിം പട്ടിണി കിടക്കുമ്പോൾ എന്നല്ല, മനുഷ്യൻ പട്ടിണി കിടക്കും. ഓലെങ്ങനെയാണോ ചിന്തിക്കുന്നത് ഓലെങ്ങനെയോ ചിന്തിച്ചോട്ടെ, നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടി.
അവരല്ലല്ലോ നമ്മള്. അപ്പൊ മനുഷ്യൻ എന്ന ഒരു പോയിന്റിൽ അവകാശങ്ങളെ, അർഹതയെ കാണുക എന്നതാണ് പ്രധാനം. നമ്മുടെ നാട്ടിലൊരു വീടിന് തീ പിടിച്ചാല് അത് ഏത് മതക്കാരൻ്റെതാന്ന് നമ്മൾ നോക്കുമോ? എന്താ നോക്കാത്തത്? എന്താ പരിഗണന? ആ വീട്ടില് 4-5 ആൾക്കാർ, ഒരു വയ്യാത്ത ആളുമൊക്കെ ഉണ്ട്, എണീച്ചോടാനൊന്നും കഴിയാത്ത ഒരാളും അവിടെ ഉണ്ട്, കിടപ്പിലായ രോഗിയുണ്ട്. ആ വീടിനെ തീപിടിച്ച് നമ്മളെന്താക്കൂ? നമ്മളെ കൊണ്ട് കഴിയണമായിരിക്കും നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കൂ. നമുക്ക് ഒറ്റക്കാകെങ്കിൽ പാഞ്ഞു പോയി ആൾ തന്നെ നമ്മൾ എടുത്തുകൊണ്ടുപോയി മാറ്റിക്കെടുത്തു. അങ്ങനെ എടുക്കാൻ നമുക്ക് ആവതില്ലെങ്കിൽ ആവതുള്ളവര് വരാൻ വേണ്ടി ഉറക്കൊച്ചുണ്ടാകും. എയർഫോഴ്സിനെ വിളിക്കും, നാട്ടുകാരെ വിളിച്ചു കൂട്ടും, ഉള്ള വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കെടുത്താൻ നോക്കും. ചെയ്യോ? ആര് ചെയ്യും? ആ ആ അതെ 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 അതെ. ആ ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ഓല് ചെയ്തല്ലേ, നിങ്ങൾ ചെയ്യോ? ചെയ്യോ? പണ്ട് ഒരു പുരോഹിതൻ ചോദിച്ചോലോ ഇയാളോട്, പൗലോസിനോട് ചോദിച്ചല്ലോ, പൗലോസിന് 2 ലോറി ഉണ്ടായിരുന്നെങ്കിൽ പൗലോസ് പറഞ്ഞു, 1 ഞാൻ അയൽക്കാരന് കൊടുക്കും. ശരി, നല്ല കാര്യം, നല്ല സ്വഭാവമാണ്. 2 മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ വെച്ചും പറഞ്ഞു, അത് ഞാൻ 1 അയൽവാസി കൊടുക്കുന്നു. 2 കാള ഉണ്ടെങ്കിൽ വെച്ചും കൊടുക്കൂല അച്ഛന്നാണ്. അതെന്താ വെച്ചാൽ എനിക്ക് 2 കാള ഉണ്ട് അച്ഛൻ. മറ്റേത് ഇല്ലാത്ത സാധനമാണ്, ധൈര്യത്തിൽ പറയാലോ. 2 ലോറി ഉണ്ടാവോ, 1 ഞാൻ കൊടുക്കും. നിങ്ങൾ സാധാരണ കുട്ടികളോട് ദേഷ്യം പിടിക്കുമ്പോൾ അറിയില്ല, 2 തലണ്ട 1 കുത്തി പൊട്ടിക്കുന്നു. ഏടെ പൊട്ടിക്കുന്നു? 10 തരലിനായാലും ഒറ്റൊന്നു പോലും പൊട്ടിക്കാത്ത ആൾക്കാരാണ്. 10 ഉണ്ടായിട്ട്. അപ്പൊ ഇല്ലാത്തോണ്ട് പറയണത്. അപ്പൊ നിങ്ങൾ അയൽവാസിന്റെ വീടിന് തീപിടിക്കുമ്പോൾ കെടുത്തും എന്ന് നിങ്ങൾ പറയുന്നതിൽ എനിക്ക് വിശ്വാസമല്ല. എന്താക്കാനാണ്? നിങ്ങളുടെ അയൽവാസിയുടെ വീടിന് തീപിടിക്കുകയും ആ വീട്ടിൽ 4-5 ആൾക്കാരുണ്ട്, ഇറങ്ങി ഓടാൻ കഴിയാത്തവരും ഉണ്ടായിരിക്കുകയും ചെയ്താലും നിങ്ങൾ നിസ്സംഗരായിരിക്കും. വെറുതെ വേണ്ടാത്ത പണിക്ക് പോകണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്ന ഞാൻ പറയണത്. ഞാൻ പറയാൻ എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള വിശ്വാസമായപ്പോ ഞാൻ പറയണേ. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ എന്തിനാണ് ഇപ്പൊ വേണ്ടാത്ത പണിക്ക് പോണത് എന്ന് വിചാരിച്ചിട്ട്, അത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ ആ സമയം കൊണ്ട് വിചാരിച്ചിരിക്കുന്നതാണ് എന്റെ വിചാരം. അല്ല, നിങ്ങൾക്ക് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാരും കേൾക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണേ തിരുത്തി പറയാം. അങ്ങനെ വിശ്വാസം ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ, ഈ തീയിനെക്കാട്ടും വലിയ തീയാ നരകം. അന്ന് നരകത്ത് പോകേണ്ട പണിയെടുക്കണവരെ കണ്ടിട്ട് നമ്മളും ഉണ്ടാക്കുകയാണല്ലോ, അല്ലേ? നാറു ജഹന്നമ എന്ന് പറയുന്ന സാധനം ഹക്കാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഇല്ലേ? ശിർക്ക് ചെയ്തോ നരകത്തിലാന്ന് നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ആ തീ ഒറിജിനലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ അയൽവാസി ശിർക്ക് ചെയ്ത് പോണ നരകത്തിലേക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? എന്നിട്ട് പൊയ്ക്കോട്ടെ എന്നല്ലേ വെച്ച്? അങ്ങനെ എന്ന് പറയില്ലേ? ഉള്ളത് പോലെ പറയും. നിങ്ങൾ ആരെങ്കിലും ആ തീയിന്ന് അതിനെ കഴിച്ചിലാക്കാൻ മെനക്കെടുന്നുണ്ടോ? അത് തീയിലായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് അസ്വസ്ഥതയും ബേജാറും ഉണ്ടോ? എവിടെ ഉണ്ട്? നമ്മൾ നിസ്കരിക്കല്ലേ? നമ്മൾ ഒതെടുക്കണോ നിസ്കരിക്കണം, നമ്മൾ ഒതെടുക്കണോ നിസ്കരിക്കുന്നു. അപ്പൊ അവര് നരകത്തിലേക്ക് അപ്പാടെ പോയി പോകുന്നത് കണ്ടിട്ട് ബേജാറായ ആളാണ് നബി. ബേജാറായിട്ട് രാത്രി ഉറക്കല്ലാതെ, പകല് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഓടി നടക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവര് നരകത്ത് പോയി പോയല്ലോ എന്നുള്ള ബേജാറ്. ആ നബി ചെയ്തതാണോ അബദ്ധം? ബേജാറ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, നബിയെ നിങ്ങൾ ഇങ്ങനെ ബേജാറല്ലേ,
നിങ്ങൾക്ക് ഓരോ സന്മാർഗത്തിലാക്കാനൊന്നും കഴിയൂല. നിങ്ങൾ പണിയെടുത്താൽ മതി. നിങ്ങൾ പണിയെടുക്കണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ബേജാറായല്ല. ഫലഅല്ലക ബാഖിഉൻ നഫ്സക, നിങ്ങളെ തടി വെറുതെ കേടാക്കല്ല. ഈ നബിയെ കുറിച്ച് പഠിച്ച നമ്മൾ സമുദായത്തിലേക്ക് നോക്കുമ്പോൾ എനിക്കുണ്ടായൊരു വിചാരമാണിത്. നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താം, ഇങ്ങനെ അല്ലെങ്കിൽ അല്ല എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നരകോ അതൊക്കെ വെറുതെ ഒരു കളിക്ക് പേടിപ്പിക്കാൻ പറയാണ്, ഒന്നും ശരിക്കുള്ള അല്ല എന്നാണെങ്കിൽ തർക്കമില്ല. നാറ് ഹക്കാകുന്നു, നരകം ഉള്ളതാകുന്നു, അത് സത്യമാകുന്നു, അത് ഇവിടുത്തെ തീയമാതിരിയുമല്ല, ഇതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും സുബേഷ് കേൾക്കാണ്ട് മോൻ കിടന്നുറങ്ങുമ്പോൾ ഇന്നലെ രാത്രി നേരം വെയിറ്റാ വന്ന് കുറച്ചുകൂടി കിടന്നോട്ടെ എന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഓൻ തീ പിടിക്കണ കണ്ടാലും നിങ്ങൾ തൽക്കാലം സുന്നത്ത് സ്കരിക്കാൻ പോകുന്ന ആണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ തോന്നാൻ കാരണം, നമ്മൾ വേറെ ആരോ രക്ഷപ്പെടുത്തുന്ന കാര്യമല്ലാണ്ട് നമ്മളെ കുടുംബത്തിൽ എത്രയോ ആൾക്കാര് അള്ളാനല്ലാണ്ട് വിളിച്ച് പ്രാർത്ഥിക്കണവര്, കണ്ട ഉറുക്കും നൂലും കെട്ടണവര്, പിഞ്ഞാണ് എഴുതി വലിച്ചു കുടിക്കണവര്, ഇപ്പൊ ഇല്ലാത്ത നമ്മൾ കണ്ണുറുക്കി ചുംബിച്ച് ആരോ കാണോ? നമ്മൾ മുറുക്കി ചുംബിച്ചിരിക്കുക. പണ്ട് ഏതോ ഒരുത്തൻ നടത്തിയിരുന്നത് ഇന്ന് ടൂറാ. ഇപ്പൊ ഉണ്ടോന്ന് വെച്ചാലോ, പണ്ട് ആരോ അമ്പർത്ത് ഒരു ഇത് മൂടാനേ പോവുള്ളൂ. ഇന്ന് ടൂറിസ്റ്റ് ബസ് പിടിച്ചിട്ട് പഞ്ചായത്തിനടുത്ത് ഒന്നായിട്ട് കയറി പോവുള്ളൂ. അപ്പോ ഇത് സംഘടിതമായിട്ട് കൂടുക ചെയ്ത്. അപ്പൊ ഇത് ശിർക്കാണ്, അത് തെറ്റാണ്. അല്ലാഹു തആല അവന് നരകം കൊടുക്കാൻ പോവാണ് എന്ന് കാണുമ്പോ പഠിച്ചോനെ ഓനൊന്ന് രക്ഷപ്പെടുത്തണല്ലോ എന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, അപ്പുറത്ത് പുരക്ക് തീ പിടിച്ചാലും നമുക്കെന്തോ പ്രത്യേകിച്ച് തോന്നൂല എന്നാ ഞാൻ പറയണേ. അപ്പൊ നിങ്ങൾ പുരക്ക് തീ പിടിച്ചാക്കി എടുത്താൻ ഓടുന്നുണ്ട്, നരകത്ത് പോണവനെ രക്ഷപ്പെടുത്താൻ ഓടുന്നില്ലെങ്കിൽ രണ്ടാലൊരു സംഭവം ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ നരകത്തെ കുറിച്ച് ഇപ്പോഴും വേണ്ടത്ര എന്തായിട്ടില്ല, അത് ശരിക്കുള്ളതാന്ന് തോന്നിയിട്ടില്ല, അതൊരു കഥയാ എന്നേ തോന്നിയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, ഓനോട് നിങ്ങൾക്ക് ശരിക്കുള്ള ഗുണകാംക്ഷല്ല. ഇന്നീലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് അങ്ങേയറ്റം ഗുണകാംക്ഷയുള്ളവനും വിശ്വസ്തനുമാണ് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോ ഈ കിടപ്പിലായ രോഗിനെ അങ്ങനെ തന്നെ എടുത്ത് കട്ടിലോടെ എടുത്ത് പുറത്തു കൊണ്ടിടാനുള്ള കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടിയില്ല. പക്ഷെ കഴിവുള്ളവനെ വിളിച്ചിട്ട് ഉറക്കെ കരഞ്ഞ് കഴിവുള്ളവനെ വിളിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തൂലേ? ഇതേപോലെ നരകശിക്ഷയ്ക്ക് അഭിമുഖമായി കഴിയുന്ന ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സ്വന്തം കഴിയില്ലെങ്കിൽ ആ കഴിവിന്റെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടാവണ്ടേ? നിങ്ങൾക്കൊരു പുസ്തകം എഴുതാൻ അറിയില്ല, പക്ഷെ എഴുതാൻ അറിഞ്ഞാലും പുസ്തകം വാങ്ങി കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഓനെ പ്രഭാഷണം നടത്താൻ കഴിയില്ല, അവിടെ നടക്കണ ഒരു ദാവാ പരിപാടിയിലേക്ക് ഓനെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? അതിനുള്ള അവസരം ഓനെ ഒരുക്കി കൊടുക്കണ്ടേ? മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഒരാളിലേക്ക് അവനെ കൊണ്ടുപോയി കൊടുക്കണ്ടേ, എത്തിച്ചു കൊടുക്കണ്ടേ? ഒരു പക്ഷേ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ദീനിന്റെ ആളെ കൂട്ടാനല്ലാന്ന് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്. നമ്മൾ തന്നെ തെറ്റിദ്ധരിച്ചതിക്ക് പോലും തെറ്റിദ്ധരിക്കും. ഇതിൽ ആളെ കൂട്ടിയിട്ടൊന്നും നേടാനല്ല, ഇതിലാള് വേണ്ട. ഇതിൽ ഇതിനകത്ത് കണ്ടമാന ആള്, അത്യാവശ്യം ആള് ഇപ്പൊ തന്നെ ഉണ്ട്. ഇതിലാളെ കൂട്ടലല്ല, അയാള് രക്ഷപ്പെടലാണ്. കാരണം അള്ളാഹു നൽകിയ എല്ലാ വിഭവങ്ങളും ആസ്വദിച്ചനുഭവിച്ച് ജീവിക്കവേ അള്ളാന്റെ മുമ്പിലല്ലാത്ത മറ്റാരുടെയെങ്കിലും മുമ്പിൽ തലകുമ്പിട്ടാൽ അവൻ ഈ ലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഗുണകാംക്ഷ കൊണ്ടാണ് നമ്മൾ അവനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ നമുക്ക് തീപിടുത്തം പോലെ തന്നെ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റും, സ്വന്തം തന്നെ ചെയ്യാം. സ്വന്തം ചെയ്യാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ അത്തരം സംരംഭങ്ങളോട് ചേർന്ന് നിൽക്കുക, എന്നിട്ട് നന്മയിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക.
നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇസ്ലാമിക ചരിത്രത്തില് മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കൾക്കാണ് ഹിദായത്ത് കിട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബൂ താലിബ് ആരായിരുന്നു? നബിനെ സംരക്ഷിച്ച, നബിക്ക് വേണ്ടി ജീവിച്ച, ഹിദായത്ത് കിട്ടിയത്. ഉമർ ആരായിരുന്നു? നബിനെ കൊല്ലാൻ വന്ന ആളായിരുന്നു. ഖാലിദ് ആരായിരുന്നു? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉഹുദിൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തിയ ആളായിരുന്നു. ശത്രുപക്ഷത്തുള്ള ആളുകൾക്കാണ് പലപ്പോഴും എന്തായത് ഈ വെളിച്ചം കിട്ടിയത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നമ്മളോട് കൂടി ചേർന്ന് നിൽക്കുന്നവരെക്കാൾ പെട്ടെന്ന് ഹിദായത്ത് കിട്ടിയേക്കും. പക്ഷെ ഹിദായത്ത് കിട്ടണമെങ്കിൽ അള്ളാഹ് നമ്മളെത്താണ് ഈ വിത്ത് തന്ന് ഏൽപ്പിച്ചത്. ആ വിത്ത് തന്നെ കുത്തി നമ്മൾ തന്നെ തിന്നുകയാണ്. നടാൻ തന്ന വിത്താണ് നമ്മൾ കുത്തി തിന്നുന്നത്. പിന്നെ എങ്ങനെ അത് നടാൻ കഴിയാ? മണ്ണൊരുക്കം അള്ളാഹ് നടത്തിയിട്ടുണ്ട്. ആ മണ്ണൊരുക്കം എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഇസ്ലാം ചർച്ചയാകുന്നു എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും ഇസ്ലാം തന്നെ ചർച്ച. പണ്ടാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ചർച്ച. അപ്പൊ അതല്ല, ഇപ്പൊ എന്തിനും ചർച്ച ഇസ്ലാമാണ്. അത് മണ്ണൊരുക്കൽ. ആ മണ്ണൊരുക്കി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള വിത്തങ്ങ് ഇടണം. വിത്തിട്ടാൽ അത് മുളപ്പിക്കണത് അള്ള ചെയ്തു. അതാണ് ഹിദായത്ത് അള്ളയെ കൊടുക്കുക എന്ന് പറഞ്ഞു. മുളപ്പിക്കൽ അള്ളയാണ്, ഇടല് നമ്മളിടണം. പക്ഷെ നമ്മളടുത്ത് വിതരാൻ വേണ്ടി തന്ന വിത്ത് നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ ഉണക്കി പൊടിച്ചിട്ട് ശർക്കര കൂട്ടി അടിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? വിത്ത് മുളക്കൂല. ആ ചർച്ച മണ്ണൊരുക്കാണ്. ആ ചർച്ച ചെയ്യുന്നതിന് മണ്ണ് ഇളകിക്കെടുക്കണം. ആ ചർച്ച ചെയ്യുന്നതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഈ പേടി എന്തിന്? ആ പേടി ഏതുപോലെ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെയാണ്. ആ വീട്ടിൽ തീപിടിച്ച് നമ്മൾ പോയിട്ട് നമ്മളും കൂടി കൊള്ളാൻ നിൽക്കണ്ട എന്ന് പേടിക്കും പോലെയാണ്. ഓലെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലേ? അപ്പൊ രക്ഷപ്പെടുത്താനുള്ള ഒരു മനസ്സ് അത് നിങ്ങൾക്കുണ്ടാകണം. അപ്പൊ ഉഖ്രിജത്തുലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഖൈറു ഉമ്മത്താവുക. അതിനാണ് കുൻതും എന്ന് പ്രയോഗിച്ചത്. ഇല്ലെങ്കിൽ അൻതും എന്ന് പറഞ്ഞാൽ തന്നെ മതിയാകുമായിരുന്നു എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നുള്ള വിചാരത്തിലാണ് ഞാനുള്ളത്. ഇനി പിന്നെ ചിലപ്പോ കുറെ കഴിഞ്ഞത്തേക്ക് തിരിയാ നിങ്ങളെ വല്ലാത്തൊരു മനസ്സിലാക്കലല്ലേ അത്. നിനക്ക് മനസ്സിലായിണ്ടെങ്കിൽ അൽഹംദുലില്ലാ, വലിയ സംഗതിയാണ്. അപ്പൊ നേരത്തെ ഞാൻ നിങ്ങളെ കുറിച്ച് ആരോപിച്ച ആരോപണം ശരിയല്ലെന്ന് നിങ്ങളാണ് തെളിയിക്കേണ്ടത്. തീ പിടിച്ചാൽ കെടുത്താൻ ഞങ്ങൾ പോവും. അങ്ങനെ പോകുന്നത് ദുനിയാവിലെ തീയിന്റെ കാര്യത്തിൽ മാത്രമല്ല, പരലോകത്തിന്റെ തീയിന്റെ കാര്യത്തിലും ഞങ്ങൾ ഓലെ രക്ഷപ്പെടുത്താൻ പോകും. നമുക്ക് സ്വന്തം കഴിയില്ലെങ്കിൽ കഴിയണവരെ കൂട്ടിപ്പോകും. നമുക്ക് പോകാനാവില്ലെങ്കിൽ പോകുന്നവരെ വിളിച്ചു കൊടുക്കും. ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ടീമിനെ വിളിക്കും. നമുക്ക് ഒറ്റക്ക് കഴിയൂല. അപ്പൊ സ്വയം ആത്മരക്ഷാർത്ഥം പരിശീലനം സിദ്ധിച്ച ആൾക്കാരുണ്ടാവും. ഓല് പോയിക്കോളും. പക്ഷെ ഓലെ വിളിച്ചാക്കി കൊടുക്കണം. ഓർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. ഫയർഫോഴ്സ് വന്നിട്ട് മോട്ടർ ഇടാൻ കിണറായിടാൻ നിൽക്കുമ്പോ എന്റെ കിണറ്റിലെ വെള്ളം പറ്റിപ്പോ അതെടുക്കണ്ട, അപ്പുറത്തെ ഏതോ കിണറ്റിൽ നിർത്തോളി എന്ന് പറയാൻ നിൽക്കരുത്. അപ്പൊ ദഅവത്ത് നടത്തുന്ന ആൾക്കാർക്ക് വേണ്ട സഹായം സംവിധാനം ഒക്കെ ചെയ്തു കൊടുക്കണം. പൈസ കൊടുക്കണം, അതുപോലെ ചെലവേറ്റെടുക്കണം, അവർക്ക് സംവിധാനം ചെയ്തു കൊടുക്കണം. കാരണം നമ്മൾ ചെയ്യേണ്ട പണിയാണത്. അപ്പൊ ആ അർത്ഥത്തില് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണോ? ഇതൊരു വശം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പറയാൻ പറ്റും. ജനസേവനങ്ങളും കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ട. ഉഖ്രിജത്തുലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോഴേ നിങ്ങൾ ഖൈറുമ്മത്താവുകയുള്ളൂ. ഈ ആയത്തിന്റെ ബാക്കി ഭാഗം അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചുമാറാകട്ടെ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്നും വീട്ടിൽ തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്നും മരണസമയത്തെയും ഖബറിലെയും നരകത്തിലെയും
അദാബുകളിൽ നിന്നും റഹ്മാനായ റബ്ബെ ഞങ്ങളെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.